Hello guys, it's me Catchy Camera. Welcome back to another video. In this video, we will see 3 different mobile photography part 3 ആണ്. അതായത് 3 different photography നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ ചെയ്യും. 1 and 2 ഒന്നും കാണാത്തവർ അത് പോയി കാണാൻ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Number 1, നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഫോട്ടോയാണ്. ഇതെങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഏത് രീതിയിലായിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് നേരെ പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്യുക. പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ടോപ്പിൽ മൊബൈൽ ഫോൺസ് എന്ന് ടൈപ്പ് ചെയ്യാം. മൊബൈൽ ഫോൺസ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും. അതിൽ ഇത് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഏതായാലും സെലക്ട് ചെയ്യുക. എന്നിട്ട് അതൊന്ന് വലുതാക്കി നിങ്ങളുടെ ആ പൊസിഷനിൽ ആ ഫോട്ടോ കൊണ്ടുപോയിട്ട് വെക്കുക. വെക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ മുഖം കിട്ടണം. വളരെ എളുപ്പമുള്ള കാര്യമാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെടുത്ത ഫോട്ടോ ഇതാണ്. അതാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തതായി ഇതുപോലെ ആക്കിയത്. നമ്പർ 2 നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഫോട്ടോയാണ്. ഇതെങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിന് നേരെ ഇതുപോലെ നമ്മുടെ ഡബിൾ ടാപ്പ് ഇതുപോലെ ഈ സൈസിലൊന്ന് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മുടെ തീപ്പെട്ടി കൊള്ളി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ 5-6 എണ്ണം വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എത്ര എണ്ണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് തുണി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ തുടങ്ങാം. കയ്യിൽ ഇതുപോലെ നമ്മുടെ ഡബിൾ ടാപ്പ് കാണാത്ത വിധത്തിൽ നമ്മളിത് പിടിക്കുക. എന്നിട്ട് നേരെ ഫോട്ടോ എടുക്കുക. നമ്മളെടുത്ത ഫോട്ടോ ഇതാണ് നമ്മൾ ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ ഫോട്ടോ നേരെ പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്യുക. പിക്സാർട്ടിലേക്ക് ആഡ് ആയിട്ട് ടൂൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സാച്ചുറേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നല്ലോണം കുറച്ചിടാം. അപ്പോൾ നമുക്ക് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് സൈഡിലുള്ള റബ്ബറിൻ്റെ ടൂളുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇറേസിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയുടെ തുമ്പത്ത് മാത്രം ഒന്ന് ഇറേസ് ചെയ്യുക. അപ്പോൾ അവിടെ മാത്രം കളർ വരും. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നേരെ വീണ്ടും ടൂൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഹ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് 180 ആക്കിയിടുക. നല്ലോണം കൂട്ടിയിടുക. അപ്പോൾ നമുക്ക് തീപ്പെട്ടിക്കൊള്ളിയുടെ തുമ്പത്ത് ഈ കളർ ഉണ്ടാവും. എന്നിട്ട് നേരെ വീണ്ടും ഇറേസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ബാക്കിയുള്ളതെല്ലാം ഇറേസ് ചെയ്യുക. ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ നിബ്ബ് മാത്രം അതേ കളറിൽ തന്നെ ഇരുന്നോട്ടെ.
ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മുടെ ടെക്സ്റ്റിലേക്ക് പോവുക. അവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ എന്താണോ അതിൻ്റെ നടുക്ക് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ബ്രോക്കൺ എന്നാണ് ടൈപ്പ് ചെയ്യണത്. നിങ്ങൾക്ക് അലോണോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇവിടെ ബ്രോക്കൺ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇഷ്ടമുള്ള ഡയറക്ഷനിലൊക്കെ വയ്ക്കാം. ഞാൻ അവിടെ തിരിച്ചു മറിച്ചൊക്കെ വയ്ക്കാം. റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുക. ഇത്തിരി സൈസ് വലുതാക്കുക. ഇത്തിരി സൈഡിലേക്കായിട്ട് നീക്കി വയ്ക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടൂൾസിൽ പോവുക. ടൂൾസിൽ ഇവിടെ ആ സാധനമില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്ക് ഡ്രോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആരോമലൊക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണും സ്ട്രെച്ച്, സൈസ്, ഡയറക്ഷൻ, ഫേഡ്, ബ്ലെൻഡ് മോഡ്. അതിൽ നമ്മൾ സ്ട്രെച്ച് നല്ലോണം കൂട്ടി കൊടുക്കുക. സൈസ് ഫോട്ടോ ആണ് നമ്മളിത് ഈ രീതിയിലാക്കി എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വെയിറ്റ് ഫോർ പാർട്ട് 4. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ